ഹണി ട്രേഹാൻ സംവിധാനം ചെയ്തിട്ടുള്ള ഈ സിനിമയുടെ ഒന്നാം പകുതി ഒരു സ്ക്രിപ്റ്റ് ലെവലിൽ നോക്കുകയാണെങ്കിൽ അല്പം ബേസിക് ആണ്. ബേസിക് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിലെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ജസ്വന്ത് സിംഗ് കാൽറ എങ്ങനെയാണ് ആക്ടിവിസ്റ്റ് ആയത്, അയാൾ എവിടെയൊക്കെ പോയി, എന്തൊക്കെ ചെയ്തു എന്ന കാര്യങ്ങൾ ഡോക്യുമെന്റ് ചെയ്യുന്ന രീതിയിലാണ് തുടക്കത്തിൽ കാര്യങ്ങൾ പോകുന്നത്. 2 മണിക്കൂർ 43 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ പടത്തിലെ 1.25 മണിക്കൂർ വരുന്ന ഒന്നാം പകുതി ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ മാറ്റിവെച്ചിട്ടുള്ളത്. എന്നാൽ രണ്ടാം പകുതിയിലേക്ക് വരുമ്പോഴാണ് അധികാരത്തിലുള്ളവർ ഉത്തരം പറയേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ കഥയിൽ വരുന്നത്. മനുഷ്യാവകാശ പ്രവർത്തകനായതുകൊണ്ട് ജസ്വന്ത് സിംഗിന് നീതി ലഭിക്കാൻ വേണ്ടി പുറമേ നിന്ന് വരെ ഇന്ത്യ ഗവൺമെന്റിന്മേൽ സമ്മർദ്ദം ഉണ്ടായിരുന്നു. രണ്ടാം പകുതിയുടെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് CBIയും പഞ്ചാബ് പോലീസും തമ്മിലുള്ള ഒരു കള്ളനും പോലീസും കളി പോലെയാണ്. അത് സിനിമയെ കുറച്ചുകൂടെ സ്മാർട്ടും സിനിമാറ്റിക്കും ആക്കുന്നുണ്ട്. സിനിമയാണെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ക്രിയേറ്റീവ് ലിബർട്ടി എടുക്കാൻ ഈ പടം ശ്രമിക്കുന്നില്ല. രണ്ടാം പകുതിക്ക് ഒരു ത്രില്ലറിന്റെ സ്വഭാവം ലഭിക്കുന്നത് CBIക്ക് ഈ കേസ് അന്വേഷിക്കുമ്പോൾ പഞ്ചാബ് പോലീസിൽ നിന്നും കിട്ടുന്ന നിസ്സഹകരണം കാരണം ഉണ്ടാകുന്ന ചില പരിമിതികൾ കാണിച്ചുകൊണ്ടാണ്. അർജുൻ രാംപാൽ അവതരിപ്പിക്കുന്ന CBI ഉദ്യോഗസ്ഥന് ഈ സിനിമയിൽ ഉണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷൻ ഒരർത്ഥത്തിൽ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷന് സമാനമാണ്.